മാവേലിക്കര നഗരസഭയിലെ കോൺഗ്രസ് വിജയാഘോഷത്തിനിടെ വെടിക്കെട്ട് അപകടം. ഇടശ്ശേരിക്കാവിനുള്ളിലാണ് കോൺഗ്രസ് പ്രവർത്തകർ മാലപ്പടക്കം കത്തിച്ചത്. ഇതിൽ നിന്നുള്ള തീ പടർന്ന് ആരാധന നടത്തിവന്ന കാവും BMS ഓഫീസും വാച്ചുകടയും കത്തിനശിച്ചു. BMS ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ കത്തിനശിച്ചതിലൂടെ വലിയ പ്രതിസന്ധിയാണ് തൊഴിലാളികൾ നേരിടുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, എന്താണ് സംഭവിച്ചത്? മാവേലിക്കര നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് അവിടെ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. അതിലെ വിജയാഘോഷത്തിന്റെ ഭാഗമായാണ് UDF പ്രതിനിധികൾ ഇത്തരത്തിൽ ഇടശ്ശേരി കാവിനുള്ളിൽ പടക്കം കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ആരാധന നടക്കുന്ന ഒരു കാവാണ്. ആ കാവിനുള്ളിൽ ഈ പടക്കം കത്തിച്ചപ്പോൾ അതിൽ നിന്നുള്ള തീ പടർന്നാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു അപകടം ഉണ്ടാവുന്നത്. അത് സമീപത്തുള്ള BMSന്റെ ഓഫീസ് കെട്ടിടത്തിലേക്കും വാച്ച് കടയിലേക്കും മറ്റും പടർന്നു കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി. അതിലുപരി BMS ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന അവിടുത്തെ തൊഴിലാളികളുടെ പെൻഷനുമായും മറ്റും ബന്ധപ്പെട്ട നിരവധി രേഖകൾ, ആ രേഖകളെല്ലാം തന്നെ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു തരത്തിലുള്ള ശ്രദ്ധയും ഇല്ലാതെ അവർ അവരുടെ വിജയാഘോഷം നടത്തിയതിലൂടെ ഉണ്ടായ വലിയ ഒരു അപകടം തന്നെയാണ് ഇത് ക്ഷണിച്ചു വരിച്ചതാണ്. പിന്നീട് ഫയർഫോഴ്സ് അടക്കം വന്നാണ് ഈ തീ അണയ്ക്കേണ്ടി വന്നത്. അത്തരത്തിൽ വലിയ മറ്റ് ആൾക്കാർ അവിടെ ആ ഓഫീസിലോ ഇല്ലെ വാച്ച് കടയിലോ മറ്റോ മനുഷ്യരാരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് വലിയ ഒരു ആശ്വാസകരമായ കാര്യം. ഇല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്നു എന്നതാണ്. ശരി സുധീഷ്, വലിയ അപകടമാണ് എന്തായാലും ഒഴിവായിരിക്കുന്നത്.